ബീഹാറിൽ ആദ്യഘട്ട വോട്ടെടുപ്പ് നാളെ നടക്കാനിരിക്കെ നിർണായകമായ വാർത്താസമ്മേളനം വിളിച്ച് രാഹുൽ ഗാന്ധി. വോട്ട് ചോരി ആരോപണങ്ങളുടെ പുതിയ വെളിപ്പെടുത്തൽ ഉണ്ടാകുമെന്നാണ് രാഹുൽ വ്യക്തമാക്കുന്നത്. ഫയൽസ് പുറത്തുവിടുമെന്നാണ് എക്സ് പോസ്റ്റ്. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ട് കൊള്ളയുടെ വിവരങ്ങളാണ് പുറത്തുവിടുന്നതെന്നാണ് സൂചന. അല്പസമയത്തിനകം വാർത്താസമ്മേളനം ആരംഭിക്കും. ആർ കിരൺ ബാബു നമുക്കൊപ്പം ചേരുന്നുണ്ട്. നിർണായക വിവരങ്ങൾ പുറത്തുവിടാൻ തയ്യാറെടുക്കുകയാണ് കോൺഗ്രസ്. ബീഹാറിൽ നാളെ വോട്ടെടുപ്പ് നടക്കുന്നതിന് തൊട്ടു തലേന്നാണ് സുപ്രധാനമായ നീക്കം നടത്തുന്നത്. നേരത്തെ തന്നെ വോട്ട് കൊള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ട് കോൺഗ്രസ് വലിയ തരത്തിലുള്ള പ്രചരണം നടത്തിയതാണ്. അതിന് പിന്നാലെയാണ് ഇത്തരമൊരു നീക്കമുണ്ടാകുന്നത്. നേരത്തെ കർണാടകയിലെ വോട്ടർ പട്ടിക ക്രമക്കേട് അടക്കമുള്ള വിഷയങ്ങളിൽ കോൺഗ്രസ് രാഹുൽ ഗാന്ധി നേരിട്ട് നടത്തിയ ഇടപെടലുകൾ, അത് സംബന്ധിച്ച നീക്കങ്ങളൊക്കെ രാജ്യവ്യാപക ചർച്ചയായതാണ്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഹരിയാനയിലെ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട ഒരു പുതിയ വെളിപ്പെടുത്തൽ രാഹുൽ ഗാന്ധി നടത്താൻ പോകുന്നു എന്ന സൂചനകൾ പുറത്തുവരുന്നത്. രാഹുലിൻ്റെ വാർത്താ സമ്മേളനം ഉടൻ ആരംഭിക്കും. വോട്ട് ചോരിയിൽ നിർണായക വെളിപ്പെടുത്തലാണ് ഇക്കാര്യത്തിൽ രാഹുൽ ഗാന്ധി നടത്താൻ പോകുന്നത്. വാർത്താ സമ്മേളനം ഉടൻ ആരംഭിക്കും. രാഹുൽ പുറത്തുവിടാൻ പോകുന്ന വിവരങ്ങൾ എന്തൊക്കെ, അത് ദേശീയ രാഷ്ട്രീയത്തിൽ എന്ത് ചലനമുണ്ടാക്കും, BJP നൽകാൻ പോകുന്ന മറുപടി എന്ത് എന്ന വളരെ പ്രധാനപ്പെട്ട ദേശീയ വാർത്താമുഖമായി ഇത് മാറാൻ പോവുകയാണ്. നാളെ ബീഹാറിൽ വോട്ടെടുപ്പ് നടക്കുന്നതിൻ്റെ തൊട്ടു തലേന്നാണ് നിർണായകമായ ചില പ്രഖ്യാപനങ്ങൾക്ക് ഒരുങ്ങുന്നത്. ആർ കിരൺ ബാബു ചേരുന്നു. കിരൺ, രാഹുൽ ഗാന്ധി ഇത് ആദ്യമല്ല, നേരത്തെയും സംസ്ഥാനത്തെ വോട്ടർ പട്ടിക ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് വലിയ നീക്കങ്ങൾ നടത്തിയതാണ്. ഇതാ നാളെ വോട്ടെടുപ്പിന് തൊട്ട് തലേന്ന്, ബീഹാറിലെ വോട്ടെടുപ്പിന് തൊട്ട് തലേന്ന് മറ്റ് ചില വെളിപ്പെടുത്തലുകൾ നടത്താൻ പോകുന്നു. എന്താണ് കോൺഗ്രസ് നൽകുന്ന സൂചന? എന്താണ് ഹരിയാനയിലെ ക്രമക്കേടുകളാണോ പുറത്തു പറയാൻ പോകുന്നത്? സജിത്തെ, എന്തായാലും വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട അതിപ്രധാനമായ വെളിപ്പെടുത്തലിനാണ് രാഹുൽ ഗാന്ധി ഒരുങ്ങുന്നത് എന്നാണ് കോൺഗ്രസിൽ നിന്ന് പുറത്തുവരുന്ന സൂചന. മുമ്പും രാഹുൽ ഗാന്ധി ഈ മട്ടിൽ വാർത്താ സമ്മേളനങ്ങൾ നടത്തിയിരുന്നു. ആ സമയത്താണ് എങ്ങനെയാണ് ഓരോ സംസ്ഥാനത്തും വോട്ടർ പട്ടികയിൽ നിന്ന് ആളുകളെ നീക്കിയത്, എങ്ങനെയാണ് വോട്ടർ പട്ടികയിലേക്ക് കൃത്രിമമായി ആളുകളെ ചേർത്തത്. അന്ന് പലരുടെയും പേരുകളൊക്കെ XYZ എന്ന ABC എന്നുള്ള പേരുകളിലൊക്കെ ആയിരുന്നു. വീട്ടിൽ അഡ്രസ്സും ഒരേ വിലാസിൽ തന്നെ 36 പേരെയും 72 പേരെ വരെ ചേർത്ത ലിസ്റ്റ് അടക്കമാണ് അന്ന് രാഹുൽ ഗാന്ധി മാധ്യമങ്ങൾക്ക് മുന്നിൽ പുറത്തുവിട്ടത്. ഇതിനെതിരെ വലിയ ഫൈറ്റ് തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായിട്ട് അടക്കമുണ്ടായിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതെല്ലാം ശരിയായ രീതിയിലാണ് എന്നുള്ള ഒരു മറുപടിയാണ് നൽകിയത്. അതേ തുടർന്നാണ് രാജ്യത്ത് ഈ വോട്ട് ചോരി എന്ന വിഷയത്തിൽ വലിയ ചർച്ചകളൊക്കെ ഉയർന്നു വന്നത്. ഇടക്കാലത്ത് പക്ഷേ ആ ചർച്ചകൾ സജീവമാക്കി നിലനിർത്താൻ കോൺഗ്രസിന് കഴിഞ്ഞിരുന്നില്ല. ഇപ്പോൾ വീണ്ടും നാളെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനത്തിൻ്റെ അതിനിർണായകമായ തെരഞ്ഞെടുപ്പിൻ്റെ ഒന്നാം ഘട്ടമാണ്. ബീഹാറിലെ 121 മണ്ഡലങ്ങൾ നാളെ വിധി എഴുതുകയാണ്. അതിന് തൊട്ട് മുമ്പാണ് വീണ്ടും BJPയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വോട്ട് ചോരിയെക്കുറിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒത്താശയോടുകൂടി, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ആരോപിക്കുന്നത് പോലെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും BJPയും ചേർന്ന് നടത്തുന്ന ഗൂഢാലോചനയിലൂടെ യഥാർത്ഥ വോട്ടർമാരെ വെട്ടിമാറ്റുകയും പകരം കൃത്രിമമായി വോട്ടർമാരെ കുത്തിനിറക്കുകയും ചെയ്യുന്ന പ്രക്രിയ എന്നായിരുന്നു അന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞത്. അതിനാണ് വിവിധ തെളിവുകൾ അവതരിപ്പിച്ചത്. ആ മട്ടിൽ അത്തരം ചില വിഷയങ്ങളായിരുന്നു വീണ്ടും ഉന്നയിക്കുന്നത് എന്ന് വേണം കരുതാൻ. എന്തായാലും രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനം അല്പസമയത്തിനുള്ളിൽ തന്നെ ആരംഭിക്കും. ഈ ബീഹാർ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ടു തലേന്ന് ഇങ്ങനെ ഒരു ഒരു വലിയ ഹൈഡ്രജൻ ബോംബ് എന്നൊക്കെ നേരത്തെ വിശേഷിപ്പിക്കപ്പെട്ടിരുന്നു. അങ്ങനെയാണോ? അതോ അല്ലെങ്കിൽ അത്രത്തോളം എത്തില്ലെങ്കിലും മറ്റു പ്രധാനപ്പെട്ട ഏതെങ്കിലും വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകളാണോ പുറത്തുവിടുന്നത്? ഇതെല്ലാം അല്പസമയത്തിനുള്ളിൽ തന്നെ അറിയാം. എന്തായാലും രാജ്യം അത് കൗതുകത്തോടു കൂടി തന്നെ, ആകാംക്ഷയോടുകൂടി തന്നെ കാത്തിരിക്കുകയാണ്. എന്താണ് രാഹുൽ ഗാന്ധി പുറത്തുവിടാൻ പോകുന്ന വിവരങ്ങളിലുള്ളത്? ഏതു തരത്തിലുള്ള തട്ടിപ്പിൻ്റെ വിവരങ്ങളാണ്? അന്ന് തന്നെ രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു ഇനിയും തട്ടിപ്പിൻ്റെ വിവരങ്ങൾ തൻ്റെ പക്കലുണ്ട്, അത് ഓരോന്നോരോന്നായി പുറത്തുവിടുമെന്നുകൊണ്ട്. വോട്ട് ചോരി എന്ന വിഷയം സജീവമായി തന്നെ ചർച്ചയിൽ നിലനിർത്തുക എന്നതോടെ, പ്രത്യേകിച്ച് ബീഹാറിൽ SIR നടപ്പാക്കുക വഴി 65 ലക്ഷത്തോളം വോട്ടർമാർ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തുപോയി എന്നുള്ള വിഷയം RJDയും കോൺഗ്രസും ഒക്കെ അതീവ ഗൗരവമായി ഉന്നയിക്കുന്ന, അല്ലെങ്കിൽ പ്രചരണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ വലിയ വിഷയമായി ഉന്നയിച്ചിരുന്ന ഒന്നുകൂടിയാണ്. അത് വീണ്ടും സജീവമാക്കാൻ വേണ്ടിയാണോ ഈ വോട്ടെടുപ്പിൻ്റെ തലേന്ന് തന്നെ ഈ വോട്ട് ചോരി സംബന്ധിച്ച് ബീഹാറിലെയും ഹരിയാനയിലും ഒക്കെ അടക്കമുള്ള മറ്റു പല സംസ്ഥാനങ്ങളിലെ വിവരങ്ങൾ പുറത്തുവിടാൻ പോകുന്നത് എന്നൊക്കെ അല്പസമയത്തിനുള്ളിൽ തന്നെ അറിയാം. എന്തായാലും രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനം ഇപ്പോൾ ആരംഭിക്കും. രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനം ഉടൻ തന്നെ ആരംഭിക്കും. നിർണായകമായ ചില പ്രഖ്യാപനങ്ങൾക്ക് കോൺഗ്രസ് ക്യാമ്പ് ഒരുങ്ങുന്നു. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി തയ്യാറെടുക്കുന്നു എന്നതാണ് മനസ്സിലാവുന്നത്. രാജ്യവ്യാപകമായി വോട്ടർ പട്ടികയിൽ ക്രമക്കേടുണ്ട്, ഇതാണ് ആക്ഷേപം ഉയരുന്നത്. വോട്ട് ചോരി എന്ന ക്യാമ്പയിൻ നേരത്തെ തന്നെ ആരംഭിച്ചതാണ്. ബീഹാർ രാഷ്ട്രീയത്തിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടതുമാണ് ഈ ക്യാമ്പയിൻ. ഇതിൻ്റെ തുടർച്ചയായിട്ട് വേണം ഈ നീക്കമെന്ന് കരുതാം. കിരൺ, ഹരിയാനയിലെ ചില ക്രമക്കേടുകളാണ് പുറത്തുവിടുന്നതെങ്കിലും അത് ബീഹാർ രാഷ്ട്രീയത്തിലും ചലനമുണ്ടാക്കുമെന്ന് ഉറപ്പാണല്ലോ. അത്ര സുപ്രധാന വിവരങ്ങൾ രാഹുൽ പുറത്തുവിട്ടാൽ BJPയുടെ ഒരു മറുപടിയും ഇന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കണം, അല്ലേ?
സ്വാഭാവികമായും BJPയുടെ മറുപടിയും ഇന്ന് തന്നെ ഉണ്ടാകും. കാരണം ഒരു തെരഞ്ഞെടുപ്പിൻ്റെ അവസാന മണിക്കൂറുകളിൽ നിൽക്കുകയാണ് BJPയും കോൺഗ്രസും. ഇവിടെ ബീഹാറിലെ ഫലം ഈ രണ്ടു പാർട്ടികളെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണ 15 സീറ്റിൻ്റെ വ്യത്യാസത്തിലാണ് RJDക്ക് അധികാരം നഷ്ടമാകുന്നത്. ഈ തവണ അത് തിരിച്ചു പിടിക്കാൻ വേണ്ടിയുള്ള വലിയ പരിശ്രമത്തിലാണ് RJD നിൽക്കുന്നത്. NDA ആണെങ്കിൽ വീണ്ടും നിതീഷ് കുമാറിനെ തന്നെ അവസാന ഘട്ടത്തിൽ ആദ്യഘട്ടത്തിൽ നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പ്രഖ്യാപിച്ചല്ലെങ്കിൽ അവസാനം ന്യൂസ് 18 നടത്തിയ അഭിമുഖത്തിലാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടുത്ത മുഖ്യമന്ത്രിയായിരിക്കുക നിതീഷ് കുമാർ തന്നെയാണ്, അതിൽ സംശയമില്ല എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്തവണ്ണം പ്രഖ്യാപിച്ചത്. സ്വാഭാവികമായും BJPക്ക് പിന്നിൽ രണ്ടാം കക്ഷി മാത്രമാവാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ കഴിഞ്ഞ തവണത്തെ പോലെ BJPയുടെ പകുതി സീറ്റുകൾക്ക് ഓളം മാത്രം എത്താൻ സാധ്യതയുള്ള ഒരു പാർട്ടിയുടെ നേതാവിനെ തന്നെ വീണ്ടും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പ്രഖ്യാപിച്ചുകൊണ്ട് BJPയും NDAയും ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്നുവെങ്കിൽ ആ തെരഞ്ഞെടുപ്പ് അത്രത്തോളം ഒരു കടുത്ത മത്സരത്തിലേക്കാണ് നീങ്ങുന്നത് എന്നതുകൂടി വ്യക്തമാണ്. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ രാഹുൽ ഗാന്ധി നടത്താൻ പോകുന്നത്. രാഹുൽ ഗാന്ധി വെളിപ്പെടുത്തൽ എത്രത്തോളം ശക്തിയുള്ളതാണ് എന്നത് ഇനി ആ വെളിപ്പെടുത്തൽ കഴിഞ്ഞ ശേഷം മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ. സ്വാഭാവികമായും കോൺഗ്രസ്സുകാർ പറയുന്നത് അത് വലിയ വെളിപ്പെടുത്തലായിരിക്കും, അത് രാജ്യത്തെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലായിരിക്കുമെന്നാണ്. അത് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണോ അതോ അതിൽ താഴെയുള്ളതാണോ അതോ ശരിക്കും ഞെട്ടുമോ, അത്തരം കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ഇനി ഏതാനും മിനിറ്റുകൾ കൂടി നമുക്ക് കാത്തിരിക്കേണ്ടി വരും. എന്തായാലും രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് കണക്കുകളുടെയും ഡേറ്റകളുടെയും എല്ലാം അടിസ്ഥാനത്തിൽ, തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ തവണ ഇത്തരം ഒരു വിവരങ്ങൾ പുറത്തുവിട്ടത്. അന്ന് രാജ്യത്ത് അത് വലിയ ചർച്ചയായിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ കോൺഗ്രസ് പരസ്യമായി രംഗത്ത് വരികയും തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി നേരിട്ട് ഏറ്റുമുട്ടലുണ്ടാകുന്ന അവസ്ഥയും ഒക്കെ ഉണ്ടായിരുന്നു. രാജ്യത്തിൻ്റെ പല സംസ്ഥാനങ്ങളിലും അത് വലിയ ചർച്ചയുമൊക്കെ ആയിരുന്നു. പിന്നീട് കോൺഗ്രസിനെ അതിനെ ആ ടെമ്പോയിൽ നിലനിർത്തിക്കൊണ്ടുപോകാൻ കോൺഗ്രസിനെ സംബന്ധിച്ച് കഴിഞ്ഞിരുന്നില്ല. ഇപ്പോൾ വീണ്ടും മറ്റൊരു തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിക്കലല്ല അവസാന മണിക്കൂറുകളിൽ നിൽക്കുമ്പോൾ അവിടെ വീണ്ടും ഹരിയാനയിലെ വിഷയമാണെങ്കിൽ പോലും അങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും SIRമായി ബന്ധപ്പെട്ട് ബീഹാറിലും അതിൻ്റെ ചലനങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അത് ഈ പുറത്തുവിടുന്ന വിവരങ്ങളുടെ വ്യാപ്തി, ആഴം എന്നതിനെയൊക്കെ അടിസ്ഥാനം എടുത്തിരിക്കും. അത് എത്രത്തോളം നാളെ നടക്കാൻ പോകുന്ന ബീഹാറിലെ വോട്ടെടുപ്പിനെ ബാധിക്കുക എന്നറിയാൻ അതെന്തായാലും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ നമുക്ക് അറിയാൻ കഴിയും. എന്തായാലും അത്തരം ഒരു ആകാംക്ഷയിലാണ് കോൺഗ്രസ്സുകാരും രാജ്യത്തെ മറ്റ് പ്രധാനപ്പെട്ട പാർട്ടിക്കാരും BJPക്കാരും എല്ലാം നിൽക്കുന്നത്. BJP ആയാൽ തന്നെ ഇങ്ങനെ ഒരു ആരോപണം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും വരുന്ന മണിക്കൂറുകൾ തന്നെ മറുപടി നൽകേണ്ടി വരും. കാരണം ഇതിന് കാത്തിരുന്ന് പിന്നീട് പഠിച്ചു മറുപടി നൽകാനുള്ള സമയമില്ല. എന്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെടുപ്പിൻ്റെ തൊട്ട് തലേന്ന് ഈ അവസാന മണിക്കൂറിൽ വിടുന്നത് എന്നുള്ള ചോദ്യമൊക്കെ ഉയരുന്നുണ്ട്. ആ അവസാന മണിക്കൂറുകൾ വിടുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ BJPക്ക് കഴിയാൻ പോകാതിരിക്കാൻ വേണ്ടിയുള്ള തന്ത്രപരമായ നീക്കമാണോ അതോ അതിനപ്പുറത്തേക്ക് വോട്ടർമാരുടെ മനസ്സിലേക്ക് ഇത് ഉറപ്പിച്ചു നിർത്താൻ വേണ്ടിയുള്ള നീക്കമാണോ, അതെല്ലാം നമുക്ക് ഉടൻ തന്നെ അറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. അത്തരമൊരു ആകാംക്ഷയിലാണ് ഇന്ത്യയിലെ രാഷ്ട്രീയ ആകാംക്ഷയുള്ള എല്ലാ മനുഷ്യരും നിൽക്കുന്നത്. അതാണ് ആകാംക്ഷയാണത്. കാരണം വോട്ടെടുപ്പിൻ്റെ അവസാന ഘട്ടം, നാളെ വോട്ടെടുപ്പ് നടക്കാനിരിക്കെ ഇന്ന് ഇത്തരമൊരു നീക്കം നടത്തുമ്പോൾ അതിനെ പ്രതിരോധിക്കുക BJPക്കും വെല്ലുവിളിയാണ്. അതുകൊണ്ട് ഇന്ന് രാഹുലിൻ്റെ ഈ നീക്കത്തെ സസൂക്ഷ്മം BJP ക്യാമ്പുകളും നിരീക്ഷിക്കുന്നു എന്ന് വേണം കരുതാൻ. കാരണം അത് ബീഹാർ രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കുന്ന ചലനങ്ങൾ നിർണായകമാണ് എന്നത് മുന്നിൽ കണ്ടുകൂടിയാണ് ഈ നീക്കം എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. സുപ്രധാനമാണ് ഈ നീക്കം. എന്ത് സംഭവിക്കും, എന്ത് രാഹുൽ പറയും, എന്താണ് ഉന്നയിക്കാൻ പോകുന്ന പുതിയ ആരോപണം.